കേരളത്തിലെ അംഗനവാടികളിലെ കൃഷികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭ്യമാകാതെ വന്നതോടെ മാസങ്ങളായി ജീവനക്കാർക്ക് ശമ്പളവും കിട്ടുന്നില്ല. തുച്ഛമായ വേതനമായതിനാൽ ജീവനക്കാരെ കിട്ടാത്തതും വലിയ പ്രതിസന്ധിയാണ്. സ്വകാര്യ ഡേ കെയറുകൾക്ക് ബദലായാണ് അംഗനവാടികളിൽ കൃഷി ആരംഭിച്ചത്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കൃഷികളിൽ സൗജന്യ പരിചരണം നൽകുക. രാവിലെയും വൈകുന്നേരവും 2 ഷിഫ്റ്റുകളിലും ഓരോരുത്തർ ജോലിക്കുണ്ടാകും. 5500 രൂപ മാത്രമാണ് വേതനം. ഹെൽപ്പർമാർക്ക് 3000 രൂപയും. കേന്ദ്ര സർക്കാർ 60%, സംസ്ഥാന സർക്കാർ 40% എന്ന രീതിയിലാണ് ഈ തുക നൽകുന്നത്. എന്നാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കാതായതോടെ ശമ്പളം നിലച്ചു. ഈ മാർച്ച് മാസത്തിന് മുന്നേ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പാലന എന്ന് പറയുന്ന ഒരു സ്കീമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ. പാലന സ്കീമിൽ നമുക്ക് ഇതിലും മെച്ചപ്പെട്ട ഒരു ഓണററി ഉണ്ടായിരുന്നു. അത് വെട്ടിക്കുറച്ചിട്ടാണ് നമ്മൾ ഈ 5500-ഉം 3000-ത്തിലോട്ടും കൊണ്ട് എത്തിക്കുന്നത്. അതും കൂടാതെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 വർഷത്തെയും 5 മാസത്തെയും ഓണറേറിയം ഇതുവരെ കേന്ദ്ര ഫണ്ട് വന്നില്ല എന്നൊരു കാരണം. കേരളവും കേന്ദ്രവും 60:40 എന്നൊരു ശതമാനത്തിൽ തരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ 60% കേന്ദ്ര ഫണ്ട് വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ 2 വർഷവും 5 മാസത്തെയും പൈസ കിട്ടാതിരിക്കുന്നത്. 1 രൂപ ഫുഡിൻ്റെ പൈസ, കുഞ്ഞുങ്ങളുടെ ആഹാര തുക, 2 ജീവനക്കാരുടെ ഓണറേറിയം 1 രൂപ പോലും കിട്ടിയിട്ടില്ല. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി കൂടുതൽ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യവും ജീവനക്കാർക്കുണ്ട്. 3 വയസ്സ് താഴെയുള്ള കുട്ടികളെ പരിപാലിക്കുമ്പോൾ ഒരാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കുട്ടീനെ കെയർ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് വീടുകളിൽ ഒരു കുട്ടീനെ കെയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണല്ലോ ആ കുട്ടീനെ ക്രഷിലേക്ക് പറഞ്ഞയക്കുന്നത്. ഈ ഒരു ജീവനക്കാരി എങ്ങനെയാണ് ഇത്രയും കുട്ടികളെ പരിപാലിക്കുന്നത്? തിരുവനന്തപുരത്ത് തന്നെ അനുമതി ലഭിച്ച കൃഷികളിൽ എല്ലാം തുടങ്ങിയിട്ടില്ല. ജീവനക്കാരെ കിട്ടാത്തത് തന്നെയാണ് പ്രധാന കാരണം. കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാൻ പലരും തയ്യാറാകുന്നില്ല. ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളം കൂടി മുടങ്ങിയതോടെ ജീവനക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായി. സംസ്ഥാന സർക്കാരിന്റെ വിഹിതമെങ്കിലും കിട്ടണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. ന്യൂസ് 18 തിരുവനന്തപുരം.